മിഥുനം, കർക്കടകം എന്നീ 2 രാശികളിലുള്ള നക്ഷത്രക്കാരുടെ ജൂൺ മാസ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവ ചേർന്നതാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ ജൂൺ മാസം മിഥുനം രാശിക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കരിയർ സംബന്ധമായിട്ട് എല്ലാവിധ ഉന്നതിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പ്രമോഷനൊക്കെ ലഭിക്കാനും ഇടയാകും. ജോലി സംബന്ധമായി എല്ലാ രീതിയിലും അനുകൂലമായ ഒരു സമയമാണ്. മിഥുനം രാശിയിലുള്ള ബിസിനസ്സുകാർക്ക് വളരെ നല്ല സമയമാണ്. ചെറുകിട ബിസിനസ്സുകാർക്കും വൻകിട ബിസിനസ്സുകാർക്കുമൊക്കെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കച്ചവടത്തിൽ വരുത്തുവാൻ പറ്റിയ സമയമാണ്. ബിസിനസ്സിൽ എന്ത് മാറ്റം വരുത്തുമ്പോഴും നല്ലതായി തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളണം. ഒന്നും ആലോചിക്കാതെ എടുത്തുചാട്ടം പാടില്ല. മനസ്സുറച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ കൂടി അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. മിഥുനം രാശിക്കാർ മനസ്സ് തുറന്ന് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വീട്ടുകാരോട് സംസാരിക്കുന്നതിൽ കൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം നിങ്ങൾ പരിപൂർണ മനസ്സോടുകൂടി നിർവഹിക്കുക. സമയം ആവശ്യമില്ലാതെ വ്യർത്ഥമാക്കി കളയാതിരിക്കുക. ശത്രുക്കളും ശത്രുതയും ഒക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ജൂൺ മാസത്തിലെ നിങ്ങളുടെ യാത്രകൾക്കൊക്കെ ഫലമുണ്ടാകുന്നതാണ്. മിഥുനം രാശിക്കാർ പ്രേമബന്ധങ്ങളിൽ വളരെ ആലോചിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവുമൊക്കെ വളരെ നല്ല രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് ബന്ധം നിലനിർത്താൻ സാധിക്കും. ബുധനാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും മറ്റും സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി കർക്കടകം രാശി. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രങ്ങളാണ് കർക്കടകക്കൂറിൽ വരുന്നത്. ജൂൺ മാസം കർക്കടക രാശിക്കാർക്ക് പല വിധത്തിൽ ധനം വന്നു ചേരും. ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒഴിഞ്ഞു മാറും. ധനം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് അലസത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ദിവസത്തെയും ജോലി അതേ ദിവസം തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഓരോ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി അലയേണ്ടതായി വരും. പരീക്ഷാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. ജൂൺ 15 വരെ കർക്കടകൻ രാശിക്കാർക്ക് നല്ല സമയമാണ്. ജൂൺ 15 ശേഷം കർക്കടകൻ രാശിക്കാർക്ക് അവരുടെ ശത്രുക്കളായ ആൾക്കാരിൽ നിന്നും ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂൺ 15 ശേഷം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എതിരാളികളായ ആൾക്കാർ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ ഒരു കണ്ണു വേണം. അവരിൽ നിന്നും പലവിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നും പലവിധത്തിലുള്ള ഡാമേജും ലോസും ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൈവശമുള്ള ബഡ്ജറ്റിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും നല്ലത്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ജൂൺ 15 ശേഷം ആരോഗ്യ സംബന്ധമായി കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കുടുംബ ബന്ധങ്ങളും പ്രേമബന്ധങ്ങളുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി ബന്ധങ്ങളൊക്കെ ദൃഢമാകും. പരസ്പര ഐക്യവും സ്നേഹവും ഒക്കെ കൂടി വരും. കർക്കടകൻ രാശിക്കാർ ഇടയ്ക്കിടയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര നടത്തുന്നതിൽ കൂടി സർവ്വവിധ മംഗളങ്ങളും വന്നു ഭവിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.